നായകന്മാരുടെ മാസ് ഇൻട്രോകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഏറെയാണ്. തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന മാസ് സീനുകൾക്കായി സംവിധായകർ പല മാർഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. സ്ലോ മോഷനും ലൈറ്റ് എഫക്റ്റും ഏതെങ്കിലും താരങ്ങൾ നായകനെ പുകഴ്ത്തി പറയുന്ന ഡയലോഗുകളുമൊക്കെ ഇത്തരത്തിൽ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നുണ്ട്. നായകനെ മാസാക്കുന്ന മറ്റൊരു ഡയറക്ഷൻ സൂത്രമാണ് മഴ. ഇൻട്രോ സീനുകളിലും മറ്റേ സംഘടന രംഗങ്ങളിലുമൊക്കെ മഴയെ കൃത്യമായി ഉപയോഗിച്ച് പ്രേക്ഷകരെ ആവേശത്തിലാക്കിയ സീനുകൾ നിരവധിയാണ്. തിയേറ്ററുകളെ അങ്ങനെ ആവേശക്കൊടുമുടിയിലാക്കിയ ചില രംഗങ്ങൾ നോക്കാം. ബെല്ലാരി രാജ എന്ന പോത്തു കച്ചവടക്കാരനെ അറിയാത്ത സിനിമാ പ്രേമികൾ ഉണ്ടാകില്ല. തിരുവനന്തപുരം ഭാഷയും മാസ് ഫൈറ്റും ഒക്കെയായി വന്ന രാജ മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായത് ചരിത്രം. സിനിമയിൽ ബെല്ലാരി രാജയുടെ ഇൻട്രോ സീൻ ഇന്നും ഓർക്കുമ്പോൾ രോമാഞ്ചം വരുന്നവർ ഏറെയാണ്. എല്ലാവരും നായകന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ആർത്തലച്ച് മഴ പെയ്തത്. ആ മഴയത്ത് കാറിൽ നിന്നും നായകൻ ഇറങ്ങുകയാണ്. കൂടെയുള്ളയാൾ കുട പിടിക്കുന്നു. അവിടെയാണ് നായകന്റെ മുഖം ആദ്യമായി പ്രേക്ഷകർ കാണുന്നത്. പിന്നെ അങ്ങോട്ട് നായകന്റെ ഹീറോയിസമാണ്. പഞ്ച് ഡയലോഗൊക്കെ ആയിട്ടും ഒരു ബെല്ലാരി രാജ ഷോ. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. സ്റ്റണ്ടും മാസ് ഡയലോഗുകൾ കൊണ്ടും സമ്പന്നമായിരുന്നു ആറാം തമ്പുരാൻ. ചിത്രത്തിലെ ഒരു സീനുണ്ട്. ജഗന്നാഥനും ചെങ്കളം മാധവനും തമ്മിലുള്ള ഒരു ഒന്നൊന്നര ഫൈറ്റ്. ജഗന്നാഥനെ നാലാൾ കൂടുന്ന കവലയിലേക്ക് വരാൻ വെല്ലുവിളിക്കുകയാണ് മാധവൻ. കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനിടെയാണ് മാധവന്റെ വരവ്. ഒരു പക്ക മാസീനിന്റെ ബിൽഡപ്പ്. കൂട്ടിന് ഉഗ്രൻ മഴയും മഴയത്തൊരു കിടിലനിടി. മലയാളത്തിലെ മാസ് ചിത്രങ്ങളുടെ ഫോർമാറ്റ് തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്ത ചിത്രമായിരുന്നു അമൽ നീരദിന്റെ ബിഗ് ബി. മമ്മൂട്ടി ബിലാലായി അവതരിപ്പിച്ചപ്പോൾ മാസിന് പുതിയൊരു മുഖം കൂടി ലഭിച്ചു. ചടുലമായ രംഗങ്ങളും നെടുനീളം ഡയലോഗുകളുമായി നായകന്മാർ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ബിലാലിന്റെ കടന്നുവരവ്. സ്ലോ മോഷനിലുള്ള നടത്തം, മിതമായ സംസാരം. ബിഗ് ബി ട്രെൻഡായി മാറാൻ അധികം നേരം വേണ്ടി വന്നില്ല. വാർത്തമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ബിലാൽ എത്തുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കഥാപാത്രത്തെക്കുറിച്ചുള്ള ബിൽഡപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മഴയത്തെ തലയിൽ കെട്ടുമായി കയ്യിൽ കുടയുമായാണ് ബിലാലിന്റെ വരവ്. ഇമോഷണൽ രംഗമായതുകൊണ്ട് തന്നെ എന്റർടൈൻ ചെയ്യിക്കുന്ന വരവായിരുന്നില്ല ബിലാലിൻ്റെത്. എന്നാൽ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസും മേക്കിങ്ങും മഴയും എല്ലാം ചേർന്നപ്പോൾ ബിലാലിന് ഒരു മാസ് പരിവേഷം ലഭിച്ചിരുന്നു. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. മെല്ലെ തുടങ്ങി അവസാനം ആളിക്കത്തിയ ചിത്രമാണ് അമൽ നീരദിന്റെ ഭരതൻ. കയ്യൂക്ക് കാണിക്കുന്ന വില്ലന് നേരെ പ്രതികരിക്കാത്ത എബിൻ എന്ന നായകൻ അവസാനം ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ആടിത്തിമിർത്തു. വീടിനകത്തെ ഒളിച്ചുകളിയും സംഘട്ടനവും പുറത്തേക്കെത്തിയപ്പോൾ മാസ് രംഗത്തിന് കൂട്ടായി മഴയും ഉണ്ടായിരുന്നു. മകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരച്ഛൻ, അവളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി വിശ്വരൂപം കൈക്കൊള്ളുന്ന ചിത്രം. മാസ് രംഗങ്ങളും ത്രില്ലടിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും. ഗ്രേറ്റ് ഫാദറിൽ സ്കൂളിന് മുന്നിൽ വെച്ചൊരു രംഗമുണ്ട്. സ്കൂൾ കഴിഞ്ഞു വരുന്ന മകളെ കാത്തു നിൽക്കുന്ന മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡേവിഡ്. കുറച്ചകലെ ഒരു വാനിൽ ഗുണ്ടാ സംഘം. പെരുമഴ, ഉടയും ചൂടി വരുന്ന മകൾ. എന്തും സംഭവിക്കാമെന്ന പ്രതീതി നൽകുന്ന ഒരു രംഗം. തൊപ്പിയും വെച്ച് ഡേവിഡ് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഗംഭീര ബിജിഎമ്മിന്റെ അകമ്പടിയോടെ എത്തുന്ന ആ രംഗത്തിൽ മഴയിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താനാകുമെന്ന് തോന്നുന്നില്ല.